നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏതാനും ദിവസങ്ങളായിട്ട് നാം 2024 ജൂലൈ മാസത്തെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ അവതരിപ്പിച്ചു വരികയായിരുന്നു. ഓരോ രാശിക്കൂറുകാരുടെയും പ്രത്യേകം വീഡിയോ ആണ് ചെയ്തത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ഇന്ന് നമുക്ക് അതിന്റെ തുടർച്ചയായിട്ട് മീനക്കൂറുകാരുടെ സമ്പൂർണ്ണ നക്ഷത്ര ഫലത്തെ പരിശോധിക്കാം. മേടം മുതൽ കുംഭം വരെയുള്ള രാശിക്കാരുടെ ഓരോരുത്തരുടെയും വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. നമുക്ക് 2024 ജൂലൈ മാസം മീനക്കൂറുകാർക്ക് എങ്ങനെയുണ്ട് എന്ന് പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്നത് പൂരിട്ടാതിയുടെ കാൽഭാഗം, ഉത്രിട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ്. കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ഉണ്ടായിരുന്ന ദുരിതങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നീങ്ങാനുള്ള അവസരമാണ് ജൂലൈ മാസത്തിൽ മീനക്കൂറുകാർക്ക് ലഭിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നിറയുന്നതാണ്. സന്താന ഭാഗ്യം ഉണ്ടാകുന്നതാണ്. പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്നതാണ്. അതുവഴി ആത്മവിശ്വാസവും സന്തോഷവും വർദ്ധിക്കുന്നതാണ്. പൊതുവെ എല്ലാ കാര്യത്തിലും ഇടപെടുന്നതിനും പ്രവൃത്തി ചെയ്യുന്നതിനും ഒരു ധൈര്യവും വിശ്വാസവും ലഭിക്കുന്നതാണ്. വീട് നന്നാക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതിനുള്ള ശ്രമങ്ങൾ നടത്തും. ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങുന്നതിനുള്ള ശ്രമങ്ങളും നടത്തും. വിദേശയാത്രയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനൊക്കെയുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും വന്നേക്കാം. ബന്ധുക്കളുടെയൊക്കെ സഹായ സഹകരണങ്ങൾ എല്ലാ കാര്യത്തിലും ലഭിക്കുന്ന സമയമാണ്. വിവാഹമൊക്കെ ആലോചന നടക്കുന്നവർക്ക് വിവാഹത്തിൽ എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം. സാങ്കേതിക വിദ്യാഭ്യാസമൊക്കെ അഭ്യസിച്ചവർക്ക് അതിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന സമയമാണ്. ഉന്നത പദവികളിലുമൊക്കെ ഇരിക്കുന്നവർക്ക് സ്ഥാനമാനങ്ങളും പുതിയ സ്ഥാനമാനങ്ങളും പേരും പ്രശസ്തിയും ആദരവും ഒക്കെ ലഭിക്കാവുന്ന സാഹചര്യം ഉണ്ടാകും. കായിക രംഗം, നൃത്തം, അഭിനയം, സംഗീതം തുടങ്ങിയ വിവിധ കലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മീനക്കൂറുകാരെ സംബന്ധിച്ച് വളരെ അനുകൂല സമയമാണ്. അപ്രതീക്ഷിതമായിട്ടുള്ള അംഗീകാരങ്ങളും നേട്ടങ്ങളും പുരസ്കാരങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ്. പുതിയ വീട് വെക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ശ്രമങ്ങൾ നടത്താവുന്നതാണ്. എന്നാൽ അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു മെല്ലെപ്പോക്ക് ഉണ്ടാകുന്നതുമാണ്. പൊതുവെ യാത്രകൾ കൊണ്ടും കഠിനമായി പരിശ്രമിക്കുന്നതിലൂടെയും ഒക്കെ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്ന മാസമാണ്. അച്ഛൻ, അമ്മാവൻ തുടങ്ങിയ മുതിർന്നവർക്ക് വേണ്ടി സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നൽകുവാനുള്ള മനസ്സും അതിനുള്ള സാഹചര്യങ്ങളും ഒക്കെ വന്നേക്കാം. കൃഷിയിൽ ഏർപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ്. കച്ചവട സ്ഥാപനങ്ങളൊക്കെ നടത്തുന്നവർക്കും മീനക്കൂറുകാർക്ക് അനുകൂല സമയമാണ്. കൂടാതെ റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ ഊഹക്കച്ചവടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മീനക്കൂറുകാർക്കും ജൂലൈ മാസം അനുകൂലമാണ്. നല്ല ദൈവാധീനമുള്ള സമയമാണ് എന്ന് തന്നെ പറയാം. ദോഷപരിഹാരമായി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ അർച്ചന, പാൽപായസം എന്നിവയെ നടത്തുക. കൂടാതെ ഗണപതി ഭഗവാന് ഹോമം നടത്തുന്നതും ശിവഭഗവാന് കൂടത്തിലമാല സമർപ്പിക്കുന്നതും ഒക്കെ ദോഷത്തെ ഇല്ലാതാക്കി ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് മറ്റു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.